നമ്മളേവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ദൈവസന്നിധിയിൽ പ്രകാശം പോലെ വിരിയുന്ന ഈ സായാഹ്നത്തിലേക്ക് നാം കടക്കുകയാണ്. നമ്മുടെ തിരുനാളിന് ഇനി മണിക്കൂറുകളേ ഉള്ളൂ. ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഏവർക്കും തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. ദൈവം മനുഷ്യഹൃദയത്തിൽ ഒളിപ്പിച്ചിട്ടുള്ള കഴിവുകളുടെ തീപ്പൊരി ഇന്നീ വേദിയിൽ പ്രകാശമായി ജ്വലിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ സ്വർഗത്തിന്റെ വെളിച്ചം, യുവജനങ്ങളുടെ ചുവടുകളിൽ വിശ്വാസത്തിന്റെ പാറക്കല്ല്, മുതിർന്നവരുടെ അവതരണങ്ങളിൽ അനുഭവത്തിന്റെ ഗംഭീര മുഴക്കം. ഈ പാവനഭൂമി മറ്റൊരു കലാസന്ധിക്ക് കൂടി അരങ്ങൊരുക്കുന്നു. ഓരോ ചുവടും ആകാശം കുലുക്കട്ടെ, ശബ്ദം സ്വർഗത്തെ തൊടട്ടെ, ഓരോ നിമിഷവും ദൈവത്തിന്റെ മഹത്വം മുഴങ്ങട്ടെ. കർത്താവിന്റെ ശക്തമായ നാമത്തിൽ ഇടിമുഴക്കവും മിന്നലും ചേർന്ന ഈ അനുഗ്രഹീത കലാസന്ധിക്ക് ഇന്ന് നാം ഗംഭീരമായി തുടക്കം കുറിക്കുന്നു. മൊന്തനാരിയച്ഛനെ സ്മരിക്കാതെ നമ്മുടെ ഒരാഘോഷങ്ങളും കടന്നു പോവുകയില്ല. മനുഷ്യ ജീവിതത്തിന്റെ സമഗ്ര വളർച്ച മുന്നിൽ കണ്ട് കാടും മലയും താണ്ടി വിവരണാതീതമായ ത്യാഗങ്ങൾ സഹിച്ച് ജനങ്ങൾക്കിടയിലേക്ക്, നമ്മുടെ പൂർവികരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന മൊന്തനാരിയച്ഛനെ പ്രണമിച്ചുകൊണ്ട് ഈ കലാസായാഹ്നത്തിലേക്ക് നമുക്ക് കടക്കാം. In the light of faith, art becomes worship. Every talent is a gift placed in our hands by God. Through art, music, and movement, we return these gifts in gratitude. We lovingly welcome each one of you to this blessed gathering. Today, in the presence of God and one another, our talents unfold as songs of praise, moments of devotion, and expressions of faith shaped by grace. May this sacred evening draw us closer in unity, deepen in our joy, worship, and allow every moment shared here to glorify His holy name. കൊല്ലത്തോട് കൊല്ലം കണ്ണിമച്ചുമാതെ കാത്തിരുന്ന നിമിഷമിതാ കൺമുന്നിൽ. ഏഴുമലയിലെ ലൂർദ് മാതാ ദേവാലയത്തിൽ തിരുനാൾ കാഹളങ്ങൾ മുഴങ്ങുകയായി. ദൈവകൃപയുടെ വെളിച്ചത്തിൽ വിശ്വാസത്തിന്റെ പുഷ്പങ്ങൾ വിരിയുന്ന ഈ അനുഗ്രഹീത സന്ധിയിൽ ഇടവകയുടെ സ്നേഹവിധിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇടവകയുടെ ആത്മാവായും വിശ്വാസത്തിന്റെ ദീപസ്തംഭമായും സ്നേഹവും സേവനവും ജീവിത സാക്ഷ്യമാക്കി നമ്മെ നയിക്കുന്ന ബഹുമാനപ്പെട്ട ജസ്റ്റിൻ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. നമുക്കിപ്പോൾ രണ്ടിടയന്മാരുണ്ട്. ജസ്റ്റിൻ അച്ഛനോടൊപ്പം തോളോട് തോള് ചേർന്ന് നമുക്കിടയിൽ ഒരാളായി മാറിയ ഏഴുമലയുടെ ഇടവകയെ ഹൃദയത്തിലേക്ക് നടക്കുന്ന പ്രിയ സ്റ്റീഫൻ അച്ഛനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ കലാവിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശ്വാസത്തിന്റെ പാതയിൽ കൈകോർത്ത് നടക്കുന്ന നമ്മുടെ ഇരു സന്യസ്ത വിഭാഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി സഹൃദരായ എല്ലാ കലാസ്വാദകരെയും ഈ കലാസായാഹ്നത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. A very warm and joyful welcome to all of you. Let's begin the wonderful performance together.
പാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോലങ്കിളി തില്ലാന പാട്ടിന്റെ താളത്തിൽ കൊള്ളടിയാനോല്ലെങ്കിൽ തില്ലാന നാട്ടുപാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോലങ്കിളി തില്ലാന പാട്ടിന്റെ താളത്തിലാണടി പൂവാലങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിൽ പാടടി കാവാലങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിലാണടി പൂവാലങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിൽ പാടടി കാവാലങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിൽ കൊള്ളടിയാനോല്ലെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിലാണടി തൂവാനങ്കിൽ തില്ലാന തുള്ളൽ പാട്ടിന്റെ താളത്തിൽ തുള്ളടി താളവല്ലെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിലാണടി തൂവാനങ്കിൽ തില്ലാന
പെണ്ണമ്മ ഞാൻ പെണ്ണമ്മ ഞാൻ പെണ്ണമ്മ ഞാനൊരു നാടോടി പെണ്ണമ്മ ഞാൻ പെണ്ണമ്മ ഞാൻ പെണ്ണമ്മ ഞാനൊരു നാടോടി നാടായ നാടാകെ കൈ നോക്കി പലപോലും പെണ്ണമ്മ ഇന്നൊരു കഥ പറയാം നാടായ നാടാകെ കൈ നോക്കി പലപോലും പെണ്ണമ്മ ഇന്നൊരു കഥ പറയാം കരളകം കിടയുന്ന കഥ പറയാം നാടിൽ ഞാൻ കണ്ട കഥ പറയാം പെണ്ണമ്മ ഞാൻ പെണ്ണമ്മ ഞാൻ പെണ്ണമ്മ ഞാനൊരു നാടോടി കഥയൊന്നും അറിയാതെ ഒരു ദിക്ക് ഞാൻ കൈനോക്കി ഭാവി പറഞ്ഞിടുമ്പോൾ കഥയൊന്നും അറിയാതെ ഒരു ദിക്ക് ഞാൻ കൈനോക്കി ഭാവി പറഞ്ഞിടുമ്പോൾ അകലെയല്ലാതൊരു ശബ്ദാരവം തലമുറകളടങ്ങി അർത്ഥനാദം അകലെയല്ലാതൊരു ശബ്ദാരവം തലമുറകളടങ്ങി അർത്ഥനാദം ആഘോഷം സംഹാരം നാടെങ്ങുമേ കത്തിയെരിയുന്നു ഗ്രാമമേ ആഘോഷം സംഹാരം നാടെങ്ങുമേ കത്തിയെരിയുന്നു ഗ്രാമമേ രക്ഷ തേടി അകലുകിൽ കാണു ഞാൻ അഗ്നിനാമ്പു വിഴുങ്ങിയ വീടൊന്നിൻ മുറ്റത്ത് ജീവനൊറ്റ ബന്ധുക്കളെ മാറി മാറി പുണർന്നൊരു പെൺകൊടി മാറി കേണിടുന്നു ഭൂമിയിൽ തല തല്ലി കേണിടുന്നു അന്ധരാമേതോ കാട്ടാളവളെ ഭൂവിധി നിന്നനാഥയാക്കി പെണ്ണമ്മ ഞാനൊന്നു തെറ്റില്ല എങ്കിലും ആ കുഞ്ഞിൻ ദുഃഖത്തെ ഞാനറിവൂ മാതൃത്വ നോവുകൾ ഞാനറിവൂ ഈ നാടിൻ വേദന ഞാനറിവൂ പ്രകൃതി തൻ രോദനം ഞാനറിവൂ രാരാരിരാരാരിരോ, 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 രാരാരിരാരാരിരോ.
എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ
നിലവാ കനവിലെ ചിറകുമായി പകലിലെ വഴികളിൽ വെയിലുപോലലയുമായി കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. താങ്ക് യു താങ്ക് യു താങ്ക് യു. മാലിനിയുടെ തീരങ്ങൾ കഴുകി വരും പനിനീർക്കാറ്റേ ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം മാലിനിയുടെ തീരങ്ങൾ കഴുകി വരും പനിനീർക്കാറ്റേ ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം തോഴികളറിയും മുൻപേ മാമുനി ഉണരും മുൻപേ ഹൃദയത്തിൻ കമ്പികളിൽ ശാകുന്തളം ഉണരുമ്പോൾ ആരും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം മാലിനിയുടെ തീരങ്ങൾ കഴുകി വരും പനിനീർക്കാറ്റേ. உப்பு கருவாடு ஊற வச்ச சோறு உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு முத்தமிட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி எனக்கு உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு முத்தமிட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி. கருமையில ஒரு மூணா பிடிப்போமா
Anyway, ഞാൻ പോകുന്നു. Bye bye. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവൾ ഇന്നെന്റെ സുന്ദരിയാണേ. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവൾ ഇന്നെന്റെ സുന്ദരിയാണേ. 14 രാവുദിക്കും പോലൊരു ചിരിയാണേ, പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ. 14 രാവുദിക്കും പോലൊരു ചിരിയാണേ, പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ. പവിഴപ്പൂമിഴിയുള്ളോളം പാവം പെണ്ണാണേ. ഞാൻ കെട്ടിയ മുന്നിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവൾ ഇന്നെന്റെ സുന്ദരിയാണേ. ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും, കവിളത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവളെത്തും. ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും, കവിളത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവളെത്തും. ഞാനൊന്നു പിണങ്ങും നേരം കരയുന്നൊരു മോളാണ്, ഞാനൊന്നു ചിരിച്ചാൽ അവളിൽ പെരുന്നാളിൻ പൊലിവാണ്. ഞാനൊന്നു പിണങ്ങും നേരം കരയുന്നൊരു മോളാണ്, ഞാനൊന്നു ചിരിച്ചാൽ അവളിൽ പെരുന്നാളിൽ പൊലിവാണ്. ഒരു നേരം പിരിയുമ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടമാ, സ്നേഹത്താൽ എന്നെ ഉറക്കം എൻ്റെ നിലാവിൻ സുന്ദരിയാ. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവൾ ഇന്നെന്റെ സുന്ദരിയാണേ. എന്നരികിൽ അവളുണ്ടെങ്കിൽ ദുഃഖം ഞാൻ അറിയില്ല, അറിയാതൻ കണ്ണു നിറഞ്ഞാൽ അവളൊന്നും ഉറങ്ങില്ല. എന്നരികിൽ അവളുണ്ടെന്നാൽ ദുഃഖം ഞാൻ അറിയില്ല, അറിയാതൻ കണ്ണു നിറഞ്ഞാൽ അവളൊന്നും ഉറങ്ങില്ല. ഇന്നോളം പരിഭവമൊന്നും പറയാത്തൊരു പെണ്ണാണ്, കുന്നോളം സ്നേഹമൊരുക്കി കഴിയുന്നൊരു മോളാണ്. ഇന്നോളം പരിഭവമൊന്നും പറയാത്തൊരു പെണ്ണാണ്, കുന്നോളം സ്നേഹമൊരുക്കി കഴിയുന്നൊരു മോളാണ്. ഒരു നേരം പിരിയുമ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടമാ, ഈ ജന്മം എനിക്കായി മാത്രം ജീവൻ തന്നൊരു സുന്ദരിയാ. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവൾ ഇന്നെന്റെ സുന്ദരിയാണേ. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവൾ ഇന്നെന്റെ സുന്ദരിയാണേ. 14
പോലൊരു ചിരിയാണേ പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ 14 രാവുദിക്കും പോലൊരു ചിരിയാണേ പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ പവിഴം ഭൂമിയിലുള്ളോളവൾ പാവം പെണ്ണാണേ ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ എന്നാലും അവളും എന്റെ സുന്ദരിയാണേ വേദാളം പോലെ കൂടെ തുടരുന്ന ശാപം വേവുന്നേ നെഞ്ചിനുള്ളിൽ താപം ഓരോരോ കാലക്കേടിൽ തട്ടിപ്പൊട്ടി തൂകി നിന്നോളം കൂട്ടി വയ്ക്കുമോ തിരിച്ചെത്തുമോ വത്സ നാം കൊതിച്ചിടുമാ സൽസ കിടക്കുന്നൊരു വരിക്കണ്ണുമായി കാണ്ടേ പോകോ നാം അറിഞ്ഞിടുമോ കൃഷ്ണ നീ അടക്കിടുകി കൃഷ്ണ കൊടുമ്പേനലിൽ ഇളം വാഴ പോൽ വാടിത്തുമ്പോഴേ നമ്മളാണ് സൂപ്പർ. ഈ ഏതൊക്കെ ബാച്ച് പരിപാടി ഇറക്കിയാലും നമ്മൾ അത്ര വരൂല. ഓക്കെ, എന്ത് സ്റ്റെപ്പാണ് നമ്മൾ ഇട്ട് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുമ്പോ സാറന്മാര് ചിലപ്പോ ഇറങ്ങി പോകാൻ പറയും. കാര്യം നമ്മുടെ ഡാൻസ് നാളെ സബ്ലാസ്കി അല്ലടാ, സബ്ലാസ്കി. ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി എൻ മാൻകിടാവേ. നിന്റെ മെയ്യിൽ പാതി പകുത്തു തരൂ, നിന്റെ മനസ്സിൽ പാതി എടുത്തു തരുമോ? ദൂരെ കിഴക്കുതിച്ചു മാണിക്യ ചെമ്പഴുക്ക. എക്സ്ക്യൂസ് മീ.
கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு முத்தமட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி எனக்கு உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு முத்தமட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி घूंघट के नीचे छुपा के लाई तेरे लिए दुनिया से नजरें चुरा के भिक्षक मांगे मैंने खाई तू ही बता जाऊं मैं कहाँ मुझको दुआ किसकी लगी भाई आके पधारा हूँ जो यहाँ इल्ले फिकर आजा इधर बीट पे लगा ले तू ठुमका 1 2 3 4 get on the dance floor 1 2 3 4 get on the dance floor shake the come on go hard show it out hit you to the party hit you give me some more 1 2 3 4 get on the dance floor shake the come on go hard show it out hit you to the party hit you give me some more ദിക്കിലെ ചെന്തെങ്ങി കരിക്കു പൊള്ളിയ നേരത്തെ ഉളിക്കിണ്ടല്ലേ നിന്നുടെ തൊട്ടിൽ മുറുകി കുത്തിയ ധാരാണി ദിക്കിലെ ചെന്തെങ്ങി കരിക്കു പൊള്ളിയ നേരത്തെ ഉളിക്കിണ്ടല്ലേ നിന്നുടെ തൊട്ടിൽ മുറുകി കുത്തിയ ധാരാണി കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ മേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുള്ളൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് പിന്നാരം പറഞ്ഞവനെ കളിവാക്ക് പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിന് മധുവാണ് കളിവാക്ക് പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിന് മധുവാണ് ഇന്ന് കരക്കാരും നമ്മ ചൊല്ലി കളിയാക്കി പറഞ്ഞാലും കരളിന് കുളിരാണ് എന്റെ കരളിന് കുളിരാണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിരുന്ന് കരിങ്കല്ലാണി നെഞ്ചിരുന്ന് ഒളിച്ച് ചാടിയ തങ്കം പിന്നെ പാലക്കം പച്ചിലി നോതുക്കം കിട്ടുടി തങ്കം വരുത്തപ്പം ഒളിച്ച് ചാടിയ തങ്കം പിന്നെ പാലക്കം പച്ചിലി നോതുക്കം കിട്ടുടി തങ്കം പാണിന്റെ മാനം കാക്കണതാരടി തങ്കം വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കം പാണിന്റെ മാനം കാക്കണതാരടി തങ്കം വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കം വരുത്തപ്പം ഒളിച്ച് ചാടിയ തങ്കം പിന്നെ പാലക്കം പച്ചിലി നോതുക്കം കിട്ടുടി തങ്കം വരുത്തപ്പം
മകരമാസ പെണ്ണേ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ കുഞ്ഞിനെഞ്ചിലെ കുയിലുറങ്ങണ കുളിരു വിൽക്കും കാറ്റേ പൂവളത്തിനു കണ്ണു പൊത്താൻ വാ കണ്ണൻ വന്നെത്തും നേരം കണ്ണിൽ കടലിന്റെ താളം ഇരവാം കൈയിന്റെ കണ്ണു പൊത്താൻ വാ കണ്ണെഴുതി പൊട്ടുത്തൊട്ടാൽ കണ്ണനെയും കാത്തിരുന്നാൽ കാലം കരകവിയും കാളിന്റെ പോലെ കൈനിറയെ വളയണിഞ്ഞാൽ കാലിൽ കൊലുസണിഞ്ഞാൽ കാതിൽ സരിഗമയൊരു വാൽപ്പുഴ പോലെ പുലരി മഞ്ഞിൽ സൂര്യകാന്തികൾ കൈമാറ്റുന്ന പുടവ ചുറ്റി ഉടൽ പുതയുമ്പോൾ അണിവിളക്കിൻ തങ്കനാളമായി നിൻ മുന്നിലിന്ന് പുറമിറങ്ങു വന്നു നിൽക്കുമ്പോൾ മറുപടി നീ ചൊല്ലാത്തിന്റെ മണിമുകിലെ പെയ്യാത്തിന്റെ നിന്റെ പെണ്ണിനെ കണ്ട കൊള്ളൂലേ മഞ്ഞു പെയ്യണ മരം കുളിരണ മകരമാസ പെണ്ണേ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിരു വിൽക്കും കാറ്റേ കൂവളത്തിനു കണ്ണു പൊത്താൻ വാ പൊന്നെടുത്ത് നീ ചമച്ച് പൂവെടുത്ത് മിഴി വരച്ച് പുണ്യം കൗമാരത്തിനു സിന്ദൂരം തന്നു നിലമുകിൽ മുടിയണിഞ്ഞ് ബാലസൂര്യ കുറി തെളിഞ്ഞ് തോഴി നിന്നെ കാണാൻ പൂക്കാലം വന്നു അണിയണിയായി അരയന്റെ കൂട്ടം ഈ കാൽ ചുവട്ടിൽ നടപടിക്കാൻ കാത്തു നിൽക്കുമ്പോൾ നിരനിരയായി പയ്യുകളെല്ലാം ആ കാമുകന്റെ കുഴവിളി കാതോർത്തു നിൽക്കുമ്പോൾ ഇനിയും അവൻ വൈകാനെന്തേ ഇതൾ മെഴിയും പാടാനെന്തേ ഇല്ലത്തമ്മേ പൊല്ലാപ്പാവല്ലേ മഞ്ഞു പെയ്യണ മരം കുളിരണ മകരമാസ പെണ്ണേ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിരു വിൽക്കും കാറ്റേ പൂവളത്തിനു കണ്ണു പൊത്താൻ വാ കണ്ണൻ വന്നെത്തും നേരം കണ്ണിൽ കടലിന്റെ താളം ഇരവാം കൈയിന്റെ മധുരപ്പൂന്തേ നിറനിറയണ പദപദയണ കാത്തിരിക്കുന്നേ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. പെണ്ണേ എൻ പെണ്ണേ നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ ഓഹോ കണ്ണേ എൻ കണ്ണേ നിൻ കണ്ണിൽ നീലനിലാവുണ്ടോ പെണ്ണേ കൈതാളം കട്ടാതെ കൈതാളം കാണാതെ
रोमियो रोमियो कल के रोमियो भोली शक्ल वाले सर के सारे परे पियो रोमियो रोमियो भड़के प्रेमियो काहे गल पड़े हो किन बुलाए बरातियों देखो कहीं चले जा हमें ले जा देखो चोरी से पैर कलक बेतहाशा हुस्न से भरी मता पूवे मत बड़ी चाटे पतारा माता कट तुड़ी क्या ഇത് വളരെ കൊട്ടാരം ആട്ടിൻ കൊട്ടാരം ഇത് വളരെ കൊട്ടാരം രാത്തിങ്കൾ പൊന്നായി മിന്നൽ മിന്നാരം ശറാബ് പോലെ തുള്ളി തുള്ളി തുളുമ്പും എങ്കിൽ നേരിൻ സംഗീതം അവസാനം നിലാവാൽ ഉള്ളിൽ ഉള്ളിൽ തുടിക്കും അങ്കിലിൻ റാന്തൽ പൂവട്ടം இருக்காண்டே கோபம் கள்ளம்மா கலகு கிட்ட கிழக்குதம்மா அருகம் உள்ள ஆட்டை போ கேகுதம்மா பார்வையால ஆயு வேக கேகுதம்மா இவ காதல் இப்போ ஜோலியத்தான் காட்டுதம்மா ஒரு காலம் தோறும் நோட்டு கொண்டு மாடி விரிச்சா கூட்டினு வருவோம் കുട്ടിയില്ലല്ലോ കേട്ടാ കരണിന്റെ വാതിൽ തുറക്കാതെ പരുതേ പരുതേ എന്റെ സ്നേഹിതയാണ് അങ്ങനെ നീ കലമ്പാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണ് നീ കരളേ കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കും കിളിയേ മാനസക്കിരിയെ വെറുതെ നിന്നു കിറുകാതെ എന്റെ കുഞ്ഞിനെ കാണുന്നില്ല സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഓ, ഇപ്പൊ കണ്ട ബംഗാളികളെ കേസ് നമ്മൾ എടുക്കണോ? അജിത്തെ, ഒന്ന് പോയി നോക്കടോ. സാർ, എന്താടാ വന്ന് വന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി കളിച്ചു തുടങ്ങിയോ? സാറേ, വേറെ വഴിയില്ല. എനിക്കാ ഞങ്ങൾ കുഞ്ഞിനെ കാണുന്നില്ല സാറേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അമ്മേ, അമ്മേ, ഈ പൊട്ടൻ ചെക്കൻ ഇവനോട് ചോദിച്ചാൽ ഇവൻ പറയും കൊച്ചെന്തേന്ന്. പറയടാ. സാറേ, ഞങ്ങളെ കുഞ്ഞിനൊന്നും ചെയ്യലേ സാറേ. ഇവന് പെങ്ങളെന്ന് പറഞ്ഞാൽ ജീവനാ. നമ്മള് മോള് ഞങ്ങളോട് പറയാതെ എങ്ങ് പോകില്ല സാറേ. പാലകൾ പൂത്തു തുടങ്ങി, പക്ഷേ രാത്രി പുറത്തിറങ്ങാൻ യക്ഷികൾക്ക് വരെ പേടിയത്രേ. സമർപ്പണം അളവില്ലാതെ പിച്ച ചെയ്തപ്പെടുന്ന പെൺ ജന്മങ്ങൾക്കല്ല, ഒരു മെഴുകുതിരി കത്തി തീർന്നത് വരെ സഹതാപ വേഷം കെട്ടി എനിക്കൊരിക്കലും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും. പൊന്നോ, ഇവിടെ വാടി കാന്താരി. അയ്യോ അച്ഛാ, ഇന്ന് പോയി വരുമ്പോ എനിക്കൊരു കോഴിമുട്ടായി കൊണ്ടുവരുമോ? എനിക്കും എനിക്കും
അച്ഛന്റെ പൊന്നു മക്കൾക്ക് അച്ഛൻ വരുമ്പം എല്ലാം വാങ്ങിച്ചോണ്ട് വരാം. ആദ്യം ഒന്ന് ആലുവ ടൗണിൽ പോയി വരട്ടെ. ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുക. അമ്മ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. കഴിക്കണം, പഠിക്കണം, ചേട്ടന് എടുത്തു കൊടുക്കണം. ചേട്ടാ പോവാ. ചേട്ടാ ചേട്ടാ, അയ്യോ അച്ഛൻ പുറത്തു പോയല്ലോ. എന്താ? അറിയായിരുന്നു. എന്നാലും അങ്കിളിന്റെ സുന്ദരിക്കുട്ടിക്ക് അങ്കിൾ എന്താ കൊണ്ടുവന്നേന്ന് കാണണ്ടേ? ചോക്ലേറ്റ്. ഹായ്, മോൾക്ക് ഇത് വലിയ ഇഷ്ടാ. താങ്ക് യു. എന്തിനാ തൊടുന്നേ? എന്തിനാ തൊടുന്നേ? എന്തിനാ തൊടുന്നേ? എന്തിനാ പേടിക്കുന്നേ? അങ്കിളില്ലേ? എന്തിനാ പേടിക്കുന്നേ? കിടക്കടി. എന്തിനാ തൊടുന്നേ? എന്തിനാ തൊടുന്നേ? ചത്തു ചത്തു. പോലീസ് പോലീസ്. കുപ്പത്തൊട്ടി കുപ്പത്തൊട്ടി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു ദാരുണകൃത്യമാണ് ഇന്ന് അരങ്ങേറിയിരിക്കുന്നത്. നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം. അല്ലേലും എന്തൂട്ട് പറയാനാ? കണ്ട ബംഗാളികളൊക്കെ ഈടെ വന്ന് താമസിച്ച ഇങ്ങനെ തന്നെയാ. നോം കർമ്മങ്ങൾ ചെയ്യേ, നടക്കില്ല. അതും ഏതോ അന്യ നാട്ടിൽ നിന്ന് വന്ന കുട്ടിക്കായി നടക്കില്ല. എനിക്കും എന്റെ ഫോർച്യൂനും കുട്ടിയെ കണ്ടെത്താനായില്ലെങ്കിലും ഞങ്ങൾ ക്രിമിനലിനെ കണ്ടെത്തി. ഞാനും എന്റെ പാർട്ടിയും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. എന്നാലും എല്ലാവരും ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യണം. ഒന്ന് മാറിക്കേ, ഒന്ന് മാറിക്കേ. എന്റെ മോള്, നമ്മളെ മോളെ കിട്ടിയ, നമ്മളെ മോളെ കിട്ടിയ, കിട്ടിയേട്ടാ, നമ്മളെ മോളെ കിട്ടി. സ്കൂളിൽ നിന്ന് വന്നതല്ലേ, യൂണിഫോം ഇട്ടിട്ടല്ലേ, തണിട്ടിട്ടുണ്ടാവും. നമ്മളെ മോളെ കിട്ടിയേട്ടാ, നമ്മളെ മോളെ കിട്ടി. നമ്മളെ മോള് ഉറങ്ങേട്ടാ. നിങ്ങൾ പറയൂ, ഇതിനാരാണ് ഉത്തരവാദി? കഥയിലെ പിതാവോ അതോ ഈ സമൂഹമോ? ആർക്കാണ് ബുദ്ധിമാന്യം സംഭവിച്ചത്? കഥയിലെ സഹോദരനോ അതോ നമുക്കോ? നന്ദി, നമസ്കാരം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും അറിവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ തിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ തിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള. കാണുന്നവരെല്ലാരും കണ്ണു വെച്ചിടും കരിനീല കണ്ണുകളുള്ളവള. നല്ല കത്തിച്ചുവക്കുള്ള ചുണ്ടുകളാ. പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള. കാണുന്നവരെല്ലാരും കണ്ണു വെച്ചിടും കരിനീല കണ്ണുകളുള്ളവള. നല്ല കത്തിച്ചുവക്കുള്ള ചുണ്ടുകളാ. കണ്ടൊരനാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചിലായി കേറിയില്ലേ. കണ്ടൊരനാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചിലായി കേറിയില്ലേ. കാണും കിനാവില എന്നും തിരിയും എൻ പെൺമേഘപ്പൂക്കളല്ലേ. പെണ്ണെ നീ എന്റെ സ്വന്തമല്ലേ.
ചന്ദനഗന്ധം തഴുകിടുമ്പോഴെല്ലാം നിൻവരവായിരുന്നു. കണ്ണനട പോലടുക്കുന്ന നേരത്ത് കാർമുകിൽ പോയി മറഞ്ഞു. പെണ്ണ് നാണം കൊടുങ്ങി നിന്നു. പാടണ കണ്ടാലും കാണഴകുള്ള പെണ്ണിവള. കാണുന്നവരെല്ലാരും കണ്ണു വെച്ചിടുക രീതിയില കണ്ണുകളുള്ളവള. നല്ല കുട്ടിച്ചുവക്കുള്ള ചുണ്ടുകള. നുണക്കുഴി പുഞ്ചിരിയാലെ നീ നോക്കിയാൽ ഉള്ളിൽ കോടി കയറും. നുണക്കുഴി പുഞ്ചിരിയാലെ നീ നോക്കിയാൽ ഉള്ളിൽ കോടി കയറും. പൂരപ്പേരും പറ കൊട്ടിക്കയറുമ്പോൾ വർണ്ണങ്ങൾ പാറി വീണു. മേലെ താരകം മിന്നി നിന്നു. ഇത്തിലകക്കുറി നിത്തിരുനെറ്റിയിൽ സിന്ദൂരമായി പടരും. ഇത്തിലകക്കുറി നിത്തിരുനെറ്റിയിൽ സിന്ദൂരമായി പടരും. ചൂടുള്ള ചുംബനം ചുണ്ടിലെ കിട്ടുന്ന നാളുകൾ എന്നു വരും. കാരാവുകൾ എന്നുണരും. തിലകക്കുറി നിത്തിരുനെറ്റിയിൽ സിന്ദൂരമായി പടരും. കാണുന്നവരെല്ലാരും കണ്ണു വെച്ചിടും. കരിനീല കണ്ണുകളുള്ളവള. നല്ല തട്ടിച്ചുവപ്പുള്ള ചുണ്ടുകള. പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള. കാണുന്നവരെല്ലാരും കണ്ണു വെച്ചിടും. കരിനീല കണ്ണുകളുള്ളവള. നല്ല തട്ടിച്ചുവപ്പുള്ള ചുണ്ടുകള. വളക്കിലിക്കണ കുഞ്ഞോളെ ചിരിപ്പൊഴിക്കണ മുത്തോലെ വഴിയരികിൽ പൂത്ത് നിൽക്കണ പൊന്നാരെ. ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവനാരാണ്? അവനൊരിക്കൽ ചൊന്ന കാര്യം എന്താണ്? വെയിൽ കൊള്ളണ നേരം മഴ തരുന്നവളാരി. മാറ്ററിഞ്ഞൊരു മൈനക്കെന്തിന് പൊന്ന്? ഇടമാനിനേക്കാൾ നീളമുള്ള കണ്ണ്. വളക്കിലിക്കണ കുഞ്ഞോളെ ചിരിപ്പൊഴിക്കണ മുത്തോലെ വഴിയരികിൽ പൂത്ത് നിൽക്കണ പൊന്നാരെ. ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവനാരാണ്? അവനൊരിക്കൽ ചൊന്ന കാര്യം എന്താണ്? പട്ട് മയ്യടി തൊട്ട് തൊട്ട് പാരടി. പൊട്ട് പൊട്ട് പൂവടി തൊട്ട് തൊട്ട് തേനടി. താരിരങ്കില് തളിരിളങ്കില് താമര കിളിയേ. ഇനി ഞാൻ നിനക്കൊരു മാലയും കൊണ്ട് തിട്ടയിട്ടോ. കുഴിയാനും മത്തളം ചണ്ട ചങ്ങിലയാല വട്ടവുമായി ഉന്നെ നാടറിയണ വേലി വട്ടവും തിട്ടയിട്ടോ. അല്ലിക്കൊടിയേ ചെല്ലക്കൂടമേ കുറുമി ചക്കര പുത്തിരി കുത്തിരി താ. വളക്കിലിക്കണ കുഞ്ഞോളെ ചിരിപ്പൊഴിക്കണ മുത്തോലെ വഴിയരിയിലെ പൂത്ത് നിൽക്കണ പൊന്നാരെ. തനിച്ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവനാരാണ്? അവനൊരിക്കൽ ചൊന്ന കാര്യം എന്താണ്? കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചപ്പറമ്പിൽ നിന്നും ഒരു പഞ്ചറ കിളി വര
കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ ആ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊല്ലം കണ്ടേ ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ അമ്പലപ്പുഴ വേലയും കണ്ടേ കൊല്ലം കണ്ടേ ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ അമ്പലപ്പുഴ വേലയും കണ്ടേ ആ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ മുത്ത് കണ്ട് ചിപ്പി കണ്ട് മുത്തൂലക്കൊടിയും കണ്ടേ ഒരു മുത്തുവിക്കണ പെണ്ണിനെ കണ്ടേ മുത്ത് കണ്ട് ചിപ്പി കണ്ട് മുത്തൂലക്കൊടിയും കണ്ടേ ഒരു മുത്തുവിക്കണ പെണ്ണിനെ കണ്ടേ ഓ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ആരോമച്ചേകവയുടെ പെങ്ങളാണ് ഉണ്ണിയാർച്ച അവൾ അങ്ങക്കണ വേളയും കണ്ടേ ആരോമച്ചേകവയുടെ പെങ്ങളാണ് ഉണ്ണിയാർച്ച അവൾ അങ്ങക്കണ വേളയും കണ്ടേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ
ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. கொண்ட புசி சிறப்பு விண்ணோய் சீதா முதுகு தெக்கு மரம் முழுசா பத்தா ஜோரம் everybody listen to samba bamba rumba tumba tumba everybody mambo jambo bambo pulling the party everybody going 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 go everybody trying to move on the life and just say party. ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. Doom jack, doom jack. கொக்கரக்கோ எவ்வடிய கொக்கரக்கோ இருந்த இருட்டலாம் இனிமேலே கொக்கரக்கோ கொக்கரக்கோ சேவல் கொக்கரக்கோ சேவல் குவக்குள்ளே வெட்டுக்கொழி கொக்கரக்கோ சங்க சக்கரம் போல மனசு சுத்தர வேளை சுராங்க நிற்க மாலுக்கனவா பாருவானம் துணி துவைக்குது மேகம் விலகி போகுது சோகம் ഇവിടെ മഹാരാജ ഒരു മെലഡി ഉണ്ടാക്ക്, കേൾക്കുമ്പോ തന്നെ മനസ്സിങ്ങനെ മെൽറ്റായിട്ട് പോകുന്ന ഒരു അനുഭൂതി ഉണ്ടാക്ക് പ്ലീസ്. കളമൊഴി വെറുതെയോ കവിളിലെ പരിഭവം ഇണക്കമാണു എന്നോടിണക്കമാണു അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ നെഞ്ചിൻ മിടിപ്പ് പോലെ തുടിച്ചു ചാഞ്ചാടും എന്റെ മനസ്സറിഞ്ഞൂടെ കണ്ണുകളിൽ കുറുമ്പിന്റെ മിന്നലില്ലേ പൂങ്കുയിലായി കുറുകുന്ന പ്രായമല്ലേ മാനത്തെ അമ്പിളിയായി നീ ഉദിച്ചില്ലേ മാനത്തെ ചന്ദനമായി നീ തെളിഞ്ഞില്ലേ കളമൊഴി വെറുതെയോ കവിളിലെ പരിഭവം കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിടുങ്ങാതെ ഞാനില്ല നിന്നോട് കൂടാൻ ഞാനില്ല നിന്നിൽ കേൾക്കാൻ അങ്ങനെ നീ കലമ്പാതിടി കുറുമ്പി എന്റെ സ്നേഹിതയാണ് നീ കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിടുങ്ങാതെ ഇതെന്നാട്ടോ മയിലാട്ടോ പാത്രിക പുലിയാട്ടോ പാത്രിക ഇതെന്നാട്ടോ ഇത് മാർഗം കളി. മാർഗം കളിയാ ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി.
അവനപ്പുറത്ത് വീടിന്റെ വരുന്ന കൊല്ലവനെ കൊല്ലി കൊല്ലി കൊല്ലി. എത്ര നേരമായിട്ട് കൊന്തയെല്ലാം വിളിക്കുന്നത്? പോയിരിക്കടാ. ഇതിയാനിത് എന്തോ തോണ്ടിക്കൊണ്ടിരിക്കുക. കൊന്തയെല്ലാം വരുന്നില്ലേ നിങ്ങള്? അത് പിന്നെ നീലക്കുറിഞ്ഞിലെ പുതിയ നീലക്കുറിഞ്ഞ? ആ അല്ല, നീലക്കുറിഞ്ഞ് പൂക്കുന്ന സമയമാണല്ലോ ഇത്. നിങ്ങൾക്ക് കൊറേ പൂക്കുന്നുണ്ട്. കന്നിമാസം ആകുമ്പോ കുറച്ച് പൂത്തെന്നൊക്കെ ആയിരിക്കും. നിനക്കെന്താ വയ്യേ? എന്താ നിന്റെ പ്രശ്നം? എന്റെ പൊന്നു മനുഷ്യ, ആ കുന്ത്രാണ്ടൊന്ന് മാറ്റി വെച്ചിട്ട് ആ പിള്ളേരെയും കൂട്ടി ഒന്ന് വരുവോ? ഈ കഴുതകളൊക്കെ എവിടെ പോയി കിടക്കുക? ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോ? സിബി എവിടാ? നിങ്ങൾക്ക് ഇത് എന്തോത്തിന്റെ കേട്? നിങ്ങൾക്ക് വയ്യ മനുഷ്യ. ആ ചേട്ടായിക്ക് ഈയിടെയായിട്ട് ഫോണിൽ കുറച്ച് സൊള്ളല് കൂടുതലാ. ആ എന്നാ പിന്നെ അതിനെ ഇനി നോക്കണ്ട. ആ എന്നാ പിന്നെ ഉള്ളവര് വന്നാ കുരിശ് വരക്ക്. അയ്യോ ചീറ്റിപ്പോയി. ആ മതി മതി, എല്ലാരും ഒന്ന് വന്നിരുന്നേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അളവില്ലാത്ത സകലം ശുദ്ധീകരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും കർത്താവെ, കറിയൊക്കെ മറന്നു. കർത്താവെ, എളിയവരും മുന്നേറ്റ ഭാവികളുമായ ഞങ്ങൾ ദാവീദിന്റെ കോട്ടയെ, നിർമ്മലന്തം കൊണ്ടുള്ള കോട്ടയെ, സ്വർണാലയമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, സ്വർഗത്തിന്റെ വാതിലേ, ഉഷകാല നക്ഷത്രമേ, രോഗികളുടെ ആരോഗ്യമേ, പാപികളുടെ സങ്കേതമേ, പീഡിതരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ. ഹലോ ഹലോ ഹലോ, ഇത് സിബിയുടെ വീടാണോ? അതെ, സിബിയുടെ വീടാണല്ലോ. ഇത് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിക്കുന്നതാണ്. സിബിയുടെ ആരായിരുന്നു സംസാരിക്കുന്നത്? സിബിയുടെ അമ്മയാണ്. ഓക്കെ അമ്മേ, ഒന്ന് പെട്ടെന്ന് ഒന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങളുടെ റിലേറ്റീവ്സിനെ ആരെങ്കിലും ഒന്ന് കൂട്ടിട്ടൊന്ന് പെട്ടെന്ന് പരിയാരം മെഡിക്കൽ കോളേജ്.
ഹലോ ഹലോ, എവിടെ ഉള്ള? അതെ വീട്ടില് ഉറങ്ങാ. എന്താ നമ്മളെ സിവിച്ചാട്ടെ മരിച്ചടാ. ശിവച്ചേട്ടാ? എപ്പോ? ആ പുള്ളി മുങ്ങി. എന്നടാ പറ്റിയ? ഇക്കൊരു പ്രണയം ഉണ്ടായിരുന്നില്ലേ? ആ ചേച്ചി ഇട്ടിട്ട് പോയിന്നാ പറഞ്ഞെ. അത് മുങ്ങി മരിച്ചു പുള്ളി. എടാ നീ എന്നാ റെഡിയാ നിക്കണ, ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് അങ്ങോട്ട് പോവാ. അതാടാ ഞാൻ ഇറങ്ങി. ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. അയ്യോ എന്റെ സിബി മോനെ, നീ എവിടെടാ? പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ സിബി നമ്മെ വിട്ടുപോയിട്ട് ഇന്നേക്ക് 3 ദിവസമായി. പരേതരായ സിബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ചോ അത് വേണോ അച്ചോ? കവിയാരെ അങ്ങനെ പറയരുത്. ഈ കൂടി നിൽക്കുന്നവർ സിബി ആരായിരുന്നു എന്നറിയണ്ടേ? ഒരു വ്യക്തി എങ്ങനെയാകാൻ പാടില്ല എന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു സിബി. പ്രായം ചെന്ന വെല്ലുമിച്ചിമാർക്ക് വരെ അവനെ കൊണ്ട് വഴി നടക്കാൻ പറ്റുമായിരുന്നില്ല. അവനെ കൈവെക്കാത്ത എത്ര അപ്പച്ചന്മാരുണ്ട് നമ്മുടെ ഈ കൂട്ടത്തിൽ. കുഞ്ഞു പൈതങ്ങൾ പോലും അവനെ കണ്ടാൽ കണ്ണിൽ കുത്തുമായിരുന്നു. ഇനിയും അവനെ കുറിച്ച് പറയണമെന്നുണ്ട്, എന്നാൽ എന്റെ സംസ്കാരം അതിനനുവദിക്കുന്നില്ല. ഈ സമയം എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, കപ്യാരെ ഫുഡായോ? വർഗീസേട്ടാ ഫുഡായോ? ഇല്ല അപ്പിയാരെ, ഫുഡ് ആവുന്നതേ ഉള്ളൂ. വർഗീസേ, പോത്ത് വരട്ടുവാണോ ഒലത്തുവാണോ? അച്ഛനെ ഞാൻ വരട്ടി തരട്ടെ. കുഞ്ഞാടെ വർഗീസേ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നീ എന്തെങ്കിലും തരുക, ഞാനത് തിന്നുക. പിന്നെ ചോദിക്കാൻ വിട്ടുപോയതാണേ, ഇതെന്താ സിബിയുടെ ഒരു നല്ല ഫോട്ടോ പോലും ഇല്ലാത്തത്? ഇതിൽ അവന് തലയില്ലല്ലോ. എന്റെ പൊന്നച്ചോ, അവന്റെ ഫോട്ടോ ഫ്രെയിമാക്കാൻ കൊടുത്തിട്ടുണ്ട്. അവന്റെ കൂട്ടുകാർ ഇപ്പൊ കൊണ്ടുവരുന്ന പറഞ്ഞേ. ഞാൻ വിളിച്ചു നോക്കട്ടെ. വർഗീസേട്ടാ ഫോട്ടോ റെഡി. മേരി ചേച്ചി, സിബിക്ക് ഇതെന്നാ പറ്റി? അവന് മന്ത് പിടിച്ച പന്ത് പോലെ വേർതിരിക്കുന്നല്ലോ. എന്റെ പൊന്നച്ചോ, എന്റെ ചെറുക്കന് ജിമ്മിൽ പോണെന്ന് എന്തൊരു ആഗ്രഹമായിരുന്നെന്നറിയോ? കുനിഞ്ഞൊരു ഇല പോലും എടുക്കാതെ ചെറുക്കനാവൻ. അവൻ വല്ല ഒമിനിയിലങ്ങാണ്ട് ഇട്ടാക്കിയതാണച്ചോ. ചേച്ചി ഒമിനിയല്ല, ജമിനി. ഏത് മിനിയാണെങ്കിൽ ഇത് അവനല്ലല്ലോ അച്ചോ. നീ എവിടാടാ? അയ്യോ, എന്റെ മോൻ അവിടെ എന്ത് ചെയ്യുമായിരിക്കും എന്തോ. എന്റെ കർത്താവേ, എനിക്ക് സഹിക്കുന്നില്ലേ. മേരി മകളെ, നീ വിലപിച്ചിട്ട് കാര്യമില്ല. കാരണം കർത്താവ് അവനെ വിളിച്ചു. അവൻ ആ വിളിക്ക് മറുപടി കൊടുത്തു. നമുക്ക് അവനു വേണ്ടി പ്രാർത്ഥിക്കാം. അവനു വേണ്ടി മാത്രമല്ല, മരിച്ചുപോയ എല്ലാ പരേതർക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. മരണം കൊണ്ട് ബന്ധങ്ങൾ അവസാനിക്കുന്നില്ല.
ക്രിസ്തുവിൽ ജീവിച്ചവരുടെ ജീവിതം മരണത്തിനും അപ്പുറവും തുടരുകയാണ്. ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ സ്വർഗത്തിന്റെ വാതിലുകൾ തട്ടുന്ന ശക്തിയുള്ളവയാണ്. പ്രത്യേകിച്ച് മരിച്ച ആത്മാക്കൾക്കായി സ്നേഹത്തോടെ ഉയരുന്ന ഓരോ പ്രാർത്ഥനയും ദൈവത്തിന്റെ കരുണയെ അവരിലേക്ക് അടുത്തു കൊണ്ടുവരുന്നു. അവർക്കിനി സംസാരിക്കാൻ കഴിയില്ല, സ്വയം പ്രാർത്ഥിക്കാനും കഴിയില്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ അവർക്കൊരു ശബ്ദമാണ്, ഒരു ആശ്വാസമാണ്, ഒരു വെളിച്ചമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് മാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങൾക്കും ശാന്തി ലഭിക്കുന്നു. സ്നേഹത്തിൽ പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല. അതിനാൽ മരിച്ചവരെ മറക്കാതിരിക്കാം. ഓരോ കുർബാനയിലും ഓരോ പ്രാർത്ഥനയിലും ഒരു നിമിഷമെങ്കിലും അവരുടെ പേരുകൾ ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കാം. കാരണം ഇന്ന് നമ്മൾ അവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ നാളെ സ്വർഗത്തിൽ നിന്ന് അവർ നമ്മൾക്കായി പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ഇതാ ഇവിടെ KCYM ഏഴിമല യൂണിറ്റ് നർമ്മത്തിന്റെ രൂപത്തിൽ മരണാനന്തര ജീവിതം നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. സാദരം വീക്ഷിച്ചാലും ആസ്വദിച്ചാലും ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഹലോ ഡെത്ത്. അയ്യോ, ഇതുപോലെ സുഖമുള്ള ജോലി രാത്രി 8 മണിയാകുമ്പോ പെണ്ണുമ്പിള്ള വിളിക്കാൻ വരില്ല, പിരിവുകാര് വരില്ല, ആരും ശല്യം ചെയ്യാൻ വരില്ല. ഇതുപോലൊരു സുഖം വേറൊരു പണിക്കും കിട്ടും. നമസ്കാരം സെക്യൂരിറ്റി ചേട്ടാ. ചേട്ടന്റെ അപ്പുറത്തെ കല്ലറയിൽ ഇരിക്കുന്ന റീത്ത് ഞാൻ ചേട്ടൻ കിടന്ന കല്ലറയിൽ വെക്കേണ്ടതാണ്. ചേട്ടന്റെ നെഞ്ചിൽ വെക്കാൻ മടിച്ചാണ് അപ്പുറത്ത് വെച്ചിട്ട് പോയത്. ചേട്ടൻ ഉണരുമ്പോൾ അതെടുത്ത് ഇവിടെ വെക്കണം. നല്ല ആൾ. 2 റീത്ത് ഇന്ന് അത്രേ ഉള്ളൂ. മോളെ പെണ്ണുപിള്ളയാ. നീ എവിടാ? ഞാൻ വീട്ടില്. കള്ളം പറയരുത്. സത്യമായിട്ട് ഞാൻ വീട്ടിലാണേ. എന്നാ മിക്സി ഒന്ന് ഓൺ ചെയ്താണ് അങ്ങോട്ട് കേക്കട്ടെ. കേട്ടില്ലേ? ഇല്ല, ഒന്നുകൂടെ ഓൺ ചെയ്. ആ ശരി ശരി, നീ അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഇന്നലെ എത്ര റീത്ത് വിറ്റ് കടയിൽ? ഇന്നലെ ഒറ്റ റീത്തേ പോയുള്ളൂ. ഒരു റീത്താ? പക്ഷെ ഇവിടെ 2 റീത്ത് വന്നല്ലോ. വേറെ ആരോ കട തുടങ്ങി കേട്ടോ. ഓക്കെ ഓക്കെ, ശരി എന്നാ. അപ്പൊ വെച്ചോ. ചേട്ടാ, എപ്പോഴും ഇങ്ങനെ ശവപ്പറമ്പിൽ കിടന്നാ മതിയോ? ഇടയ്ക്കൊക്കെ വീട്ടിൽ വന്നത് കിടക്കണ്ടേ? അവിടെ വന്നാലും നീ ശവം തന്നല്ലോ. ഒന്നടിക്കാം.
അയ്യോ അയ്യോ. അടച്ചു വച്ചേക്കാം. ഇവിടെ ആരും എഴുന്നേറ്റില്ലേ? എങ്ങനെ എഴുന്നേക്കാനാ? രാത്രി മുഴുവൻ മൊബൈലിൽ പണിയാ. കോളിംഗ് ബെല്ല് അടിക്കാം. ഇത് 10 കൂടുതൽ പൂണ്ടല്ലോ. എന്റെ ഭാര്യ കൊണ്ട് വെച്ചിട്ട് പോയതാ. ഏതാ അപ്പൊ ഭാര്യക്ക് നിങ്ങളോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നോ? സ്നേഹം ഉണ്ടായിട്ടൊന്നല്ല. ഞാൻ ജീവിച്ചിരുന്നപ്പോ അവള് കട്ടിലിന്റെ താഴെ ഒരു കട്ടലായ പോലും കൊണ്ട് വെച്ചിട്ടുണ്ട്. പൂ കൊണ്ട് വെച്ചേക്കുവാ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പൂക്കച്ചവടക്കാരനായിട്ട് ലൈനായിട്ടുണ്ടാവും പുള്ളിക്കാരി. അവനെ ഞാൻ ശരിയാക്കും. ഞാൻ എന്ത് ചെയ്യും? കൊല്ലും ഞാൻ അവനെ. കൊല്ലും ഞാൻ. ആത്മാവായി ഒന്നും ചെയ്യാൻ പറ്റൂല. ഓ നേരാണല്ലോ. നേരാണല്ലോ. എന്നെ എന്തിനാ വിളിച്ചെടുപ്പിച്ചത്? അത് എന്നെ ഉറക്കാൻ നീ ഇവിടെ ഉറങ്ങണേ? അതിന് ഉറങ്ങിയിട്ട് വേണ്ടേ? ഉറങ്ങാൻ നീ എന്നെ എടുക്കുവോ? ഇതിന്റെ അകത്ത് നമ്മുടെ സെക്യൂരിറ്റി ഇല്ലേ, ആ പുള്ളിക്കാരെ സ്മോളും കൊണ്ടുവന്ന് വെച്ച് ടച്ചപ്പിന് ബർഗറും കൊണ്ടുവന്ന് വെച്ച് അടിച്ച് ഇതിന്റെ മുകളിൽ കിടക്കുമല്ലേ. പിന്നെ ഞാൻ എങ്ങനെ ഉറങ്ങും? ബർഗറാന്ന് എങ്ങനെ മനസ്സിലായി? ടച്ചപ്പ് അകത്ത് കിടന്ന് കേൾക്കാലോ ബർഗറിന്റെ ഗിറ് ഗിറെന്നുള്ള വെച്ചു. അങ്ങനെയാണ് മനസ്സിലായി. പിന്നല്ലാതെ പിന്നെ ആകെ ഒരു ഐശ്വര്യം ഇവിടെ എഴുന്നേക്കുമ്പോ ഈ തെലുങ്ക് നടിയുടെ കല്ലറയിലേക്ക് നോക്കുമ്പോഴാണ് ഞാൻ പുള്ളിക്കാരത്തിന്റെ പാർട്ടി സീന കണ്ടിട്ടുള്ളൂ. സിനിമ കണ്ടിട്ടില്ലേ? സിനിമയൊക്കെ മുഴുവൻ ഇടിയും ബഹളവും അല്ലടാ. വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഓ അമേരിക്ക ഇരിക്കണവനെ ഇവിടുന്ന് കല്ലിനെറിഞ്ഞ് കൊല്ലുന്നതല്ലേ ആ സിനിമ. പാട്ടിന് മാത്രമല്ലേ കാണാനുള്ളൂ. ഞാൻ പറയട്ടെ, നമ്മൾ എത്ര നാളെ അവിടെ വന്നിട്ട്? നമ്മൾ വന്നിട്ട് 10-12 വർഷമായി. ഇന്നലെ ഒരുത്തം വന്ന് എന്റെ അടുത്തൊരു ചെറിയൊരു അഹങ്കാരം കാണിച്ചിട്ട് പോയത്. എന്നാ പറയാ? എന്റെ മുമ്പിൽ അവൻ മുണ്ടും പൊക്കി കുത്തിക്കൊണ്ട് ഒറ്റ പോക്ക്. അതിപ്പോ മുണ്ടും കുത്തി പൊക്കിക്കൊണ്ട് പോയി സീനായിട്ട് കയറി ബഹുമാനം വേണ്ടേ? അതിപ്പോ എന്നാ നിനക്ക് എന്താ പറ്റിയത്? മുണ്ട് പൊക്കി കുത്തിയിട്ട് എനിക്ക് കുഴപ്പമില്ല. അടിയിലൊന്നും നിൽക്കണോ നമ്മളെ? ഞാൻ ചോദിച്ചോട്ടെ, ഈ ചത്ത കളിക്ക് എന്തിനാണ് കൂട്? എന്റെ കാര്യമുണ്ടോ? അതവനെ അറിയാതിരിക്കും. അറിയാം. പക്ഷേ ഇവിടെ മാത്രമേ ഇങ്ങനൊരു ഏർപ്പാടുള്ളൂ. ഇങ്ങനെ പുതിയ വരുന്നവന്മാരെ എന്താണെങ്കിലും ഒന്ന് റാഗിങ് ചെയ്യണം. എന്താ പേര്? എന്താ എന്റെ പേര്? എന്റെ പേര് സിബി. വട്ടപ്പേര് പറ. വട്ട സിബി. കയ്യിലൊക്കെ കൊള്ള. നാളെ വരുമ്പോ ഈ മൂക്കിലെ പഞ്ഞി കാണരുത്. മൂക്ക മനസ്സിലായോ? ഇത്ര കേസല്ലുള്ളൂ. ഇത്ര കേസുള്ളൂ. ഇന്നലെ മുണ്ട് കുത്തിയത് പുള്ളി അറിഞ്ഞെന്ന് തോന്നുന്നു. ഒന്ന് പാറ്റായിക്കൊണ്ട് വന്നേക്ക. നമ്മളൊക്കെ ഇവിടെ ഒന്നിച്ച് ചെയ്യേണ്ട ആൾക്കാരല്ലേ? നമ്മളെ ഒന്നിച്ച് ചേട്ടായി ഒന്നുമില്ല. അല്ല നമ്മളൊക്കെ ഒന്നിച്ച് ചെയ്യേണ്ടതല്ല. നമ്മളൊരു ഐക്യത്തിൽ പോകണല്ലോ. നമ്മൾ ചെറിയ റാഗിങ്ങും റാഗിങ് ഉണ്ട്. നീ ഈ പറപ്പനെ വെച്ച് മാറ്റി ചേട്ടാ. അങ്ങനെ പറയല്ലേ? നീ പറപ്പയച്ച ആദ്യം അയക്കാത്ത എന്തിനാ പാണ്ഡൂര് അവിടെ പെണ്ണുങ്ങൾ സിമിത്തരുണ്ട്. അവിടെ പെണ്ണുങ്ങൾ കാണുന്നു. അഴികളുടെ ആത്മാവ് കാണാൻ ആൻസിയൊക്കെ മിനിഞ്ഞാന്ന് വന്നോളൂ. മിനിഞ്ഞാന്നുള്ള വന്നേ. അയ്യോ നിന്നെ അറിഞ്ഞില്ലടാ. നീ ഇവിടെ തന്നെ വരേണ്ടവനാണ്. നീ പറയാം. കൂടപ്പുറപ്പുകളൊക്കെ തിരിച്ചു കിട്ടിയ സന്തോഷം. ചോദിക്കട്ടെ, കാര്യങ്ങൾ ചോദിക്കട്ടെ. നീ എങ്ങനെയാണ് മനുഷ്യനി? എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. നേഴ്സറിയുള്ള ആണുമോറുള്ള പ്രേമമല്ല. നേഴ്സറിലൊക്കെ പ്രേമമുണ്ടോ? ഇല്ല,
ആ നഴ്സറി അല്ല, പിന്നെ ഈ റബ്ബർ നഴ്സറിയില് അവിടെ ജോലി ചെയ്യുമ്പോൾ പ്രേമം. അതെ, അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അവരെ വീട്ടുകാർ സമ്മതിക്കത്തില്ല. ആണോ? അവർ വീട്ടുകാർ സമ്മതിക്കാതെ വന്നപ്പോൾ പിന്നെ അങ്ങനെ വന്ന് വിഷമിച്ച് അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കണം, മരിക്കുമ്പോൾ ഒന്നിച്ച് മരിക്കണം, അങ്ങനെ ഇരുന്നായിരുന്നു. ഞാൻ പിന്നെ എന്റെ ജീവനം കൊടുക്കി. ഈ പെണ്ണ് എങ്ങനെയായിരുന്നു? പെണ്ണ് സുന്ദരിയാ, നമ്മുടെ ആപ്പിളിന്റെ കവിള്, ഈ തൊണ്ടിപ്പടത്തിന് ചുണ്ട്, നല്ല മുന്തിരിങ്ങ പോലത്തെ കണ്ണ്, അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ എന്ത് രസമാണ്. പൂമ്പടത്തിന്റെ കളറ്. നീ റബ്ബർ നഴ്സറിൽ വെച്ചാണ് കണ്ടത്, ഫ്രൂട്ട്സ് കടയിൽ വെച്ചാണ് സാധനത്തെ കണ്ടത്? അല്ല, ഞാൻ കണ്ടത് മറ്റേ റബ്ബർ നഴ്സറിൽ വെച്ചാണ്. വർണ്ണിച്ചപ്പോ ഫ്രൂട്ട്സ് കട കയറി വന്നു. അത് ചേട്ടൻ എങ്ങനെയാ വെച്ചേ? ഞാനോ? അത് ഞാൻ പറയാനുള്ള അവകാശമുണ്ട്. ചേട്ടൻ മരിച്ചെങ്ങനെ? ചേട്ടൻ പറ. ചുംബന സമരത്തിൽപ്പെട്ട മരിച്ചേ. ആസ്വദിച്ച് മരിച്ച മനുഷ്യനാട്ടോ, ആസ്വദിച്ച് മരിച്ച മനുഷ്യ. തുണ്ടെന്ന് കാണിച്ച് ഉമ്മ വെച്ച് ശ്വാസം മുട്ടി മരിച്ചു അല്ലേ? പോകരുത്. പിന്നെ എങ്ങനെ മരിച്ചേ? ചുംബന സേവനം നടക്കുമ്പോ ഇവര് കാണാൻ പോയതാ. പോലീസ് ഓടിച്ചപ്പോ ഇവർ തിരിഞ്ഞു നിന്ന് ഓടിയതാ. തേക്കിൻ റബ്ബറിന്റെ ഒറ്റ ഇടിയാ. അവിടെ പറഞ്ഞ മരിച്ചു. ഉമ്മ കൊടുത്തു, തേക്കിന്റെ റബ്ബറിട്ട്. ശരി, അങ്ങനെ മരിച്ചു. ചേട്ടൻ എങ്ങനെ മരിച്ചേ? കരുത കളിക്കാൻ പോയപ്പോ പന്നി വലത്തിയതാ. അതെല്ലാ കളിയാണ്. കഴുത കളി എന്ന് പറഞ്ഞ ഒരു കളി, പന്നി വലത്തെന്ന് പറഞ്ഞ വേറൊരു കളി. അതെ, ഈ രണ്ട് കളികളെ ചേട്ടൻ ഒന്നിച്ചു കളിച്ചാണോ മരിച്ചത്? എന്നെ വെച്ച് സത്യം പറ. സംബന്ധിച്ച കുറ്റിക്കാട്ടിരുന്ന് ഞങ്ങൾ 4-5 പേരോട് കഴുത കളിക്കുമായിരുന്നു. അപ്പൊ ഒരു പന്നി വന്ന്, കാട്ടുപന്നി വന്ന് കുത്തി മലത്തിയിട്ട് അങ്ങ് പോയി. എന്നെ അങ്ങനെ പറ്റിപ്പോയതാ. അങ്ങനെ പന്നി മലത്തിയതാ. അല്ല, ഈ മരിച്ചിട്ട് വരാൻ താമസിച്ചല്ല എന്റെ പൊന്നിയായിട്ട്. അത് ഞാൻ വെന്റിലേറ്ററിൽ അതിനകത്ത് കിടത്തിയിട്ട് പിന്നെ അതിനകത്ത് പൈസ കെട്ടി വെക്കാതെ ആശുപത്രിക്കാർ മൃതദേഹം കൊടുക്കത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വെന്റിലേറ്റർ വഴിയാ പോകുന്നത്. വെന്റിലേഷൻ വഴി പോകുന്നു പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? പൈസ കൊടുക്കാതെ എന്റെ സ്വന്തക്കാര് വെന്റിലേഷൻ, ഈ ആശുപത്രിയുടെ വെന്റിലേഷൻ വഴി ഇങ്ങനെ വലിച്ചെടുക്കുമായിരുന്നു കൂടി. അങ്ങനെ കൊണ്ടു ഇവിടെ വെച്ചു. അതാണ് താമസം. ദൈവമേ, പണ്ട് ബാങ്കിലെ സെക്യൂരിറ്റി ആയിരുന്നു ഞാൻ. അവിടെ കാവൽ നിന്നത് പണത്തിനായിരുന്നു. ഇപ്പൊ പിണത്തിന്. പണമില്ലാത്തവൻ പിണത്തിന് തുല്യം. എല്ലാവരുടെ വിചാരം ഇവിടെ ഭയങ്കര പേടിയാണ്, യക്ഷിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്. നമുക്ക് കുറച്ച് പേടി വന്നാൽ നമ്മളൊരു കാര്യം ചെയ്താൽ 2 വരി അങ്ങെടുത്ത് വായിക്കുക, ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് എല്ലാ ഭയവും അങ്ങ് പോകും. പ്രാർത്ഥിക്കാനുള്ള പരിപാടി പ്രാർത്ഥിക്കട്ടെ. ഈ ഫയറാണല്ലോ. എന്റെ പേര് ജോർജ്, 27 വയസ്സ്. അച്ഛനുമില്ല, അമ്മയുമില്ല. ഞാൻ MBBS വരെ പഠിച്ചു. എന്നെ വളർത്തി വലുതാക്കിയത് എന്റെ അമ്മാവനായിരുന്നു. അമ്മാവനും മരിച്ചു. അമ്മാവന്റെ മരണശേഷം ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ ഗഫൂർക്ക എന്നെ ഒരു വീട്ടിൽ ജോലിക്ക് നിർത്തി. ആ വീട്ടിലാണെങ്കിൽ ഒരു മദാലസയായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. പെട്ടെന്ന് വായിക്കരുത്. ഞാൻ ആ വീട്ടിൽ വൈകുന്നേരം വരെ ജോലി ചെയ്തു. വീട്ടിൽ പോവാൻ നേരം ആ ചേച്ചി എന്നോട് ചോദിച്ചു, ഇന്ന് വീട്ടിൽ പോകുന്നുണ്ടോ എന്ന്. പറയണം, ആ ചേച്ചി പൊന്ന്. എന്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം. പോകണോ വേണ്ടയോ, പോകണോ വേണ്ടയോ. അങ്ങനെ ഞാൻ തീരുമാനിച്ചു പോകുന്നില്ല എന്ന്. ഞാൻ രാത്രി ഉമ്മറത്തിരുന്നപ്പോൾ ചേച്ചി കുളിക്കാനായി കുളിമുറിയിലേക്ക് പോവുകയാണ്. അങ്ങോട്ടാ വന്നെ. എന്റെ മനസ്സിൽ ഏതോ ഒരു പിശാച് കടന്നുകൂടി. വേണമല്ലോ. ഞാൻ ചേച്ചി കുളിമുറിയിൽ പോകുന്നത് കണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. നേരെ അടുക്കളയിൽ പോയി. അടുക്കളയിലേക്ക് പോയി, ബാത്റൂമിലേക്ക് പോകണം. അടുക്കളയിലേക്കാണ് ഈ സമയത്ത് പോണത്. അടുക്കളയിൽ പോയി ഒരു പഴം എടുത്ത് കഴിച്ചു. എന്നിട്ട് ഞാൻ അവിടെ അങ്ങ് ഇരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കുളിമുറിയിൽ നിന്നും ഒരു ഒച്ച, ഒരു സൗണ്ട്, ഒരു വിളി. ആ പുള്ളിക്കാരത്തേക്കുണ്ട് വിചാരം. ഞാൻ അവിടെ നിന്ന് ഓടി നേരെ കുളിമുറിയുടെ ഫ്രണ്ടിൽ ചെന്നു. ഡോറിനടുത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? വെള്ളം അർപ്പിക്കാതെ പറഞ്ഞു. അയച്ചിട്ടെന്നാ മനുഷ്യനാവി അത് അത്രയും വരെ കൊണ്ടുവന്നിട്ട് അത് മുഴിപ്പിക്കാതെ. ഇതാണ് ഈ മദ്യത്തിന്റെ പ്രശ്നം. ഒന്നും അവൻ മുഴിപ്പിക്കത്തില്ല. ഇവൻ പിന്നെ അങ്ങനെ വീട്ടിൽ പോവും. അതെ, വെറുതെ വീട്ടിൽ പോട്ടെന്ത് കാര്യം. കാണാൻ അപ്പം കേട്ടോ.
കുളിമുറിയുടെ ഡോറിൽ 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 ഡോറ് തള്ളി തുറന്നങ്ങ് കേറാളിയാ. വെള്ളം അടിക്കുക. ഇവൻ എന്തടാ ഇരുന്ന് ഈ കാണുന്നത്? ഇവനെയുണ്ടല്ലോ, ഇവനെയൊക്കെ തല്ലി കൊല്ലണവനെ നാളീനെ. നീ നിന്റെ പെട്ടി വേഗം പോയി കിടന്നു. കലപിടി നിന്ന് നേരം പഠിപ്പിച്ചാലെന്ന് ഞാൻ ആലോചിക്കണം. കിടക്കല്ലേളിയാ, കിടക്കല മുച്ച മർത്താൻ പറഞ്ഞിട്ട് കിടക്കാം. എന്നാലും അവൻ കണ്ടത് എന്തായിരിക്കും? പുസ്തകമായിരിക്കണം. അവൻ കണ്ടത് എന്താണെന്ന് വായിക്കാതെ അങ്ങോട്ട് എടുക്ക. അത് വായിക്കാല്ലേ ഉറക്കം വരും. പിന്നല്ല ദേഷ്യം വരില്ലേ? നമ്പർ എത്ര പോയല്ലോ? 13 14 13 14 നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന് കേൾക്കത്തില്ല. പിന്നെ എന്നാ? എന്റെ പേര് ജോർജ്. അവൻ ഒന്നേന്നോ തുടങ്ങുവാണല്ലോ. 27 വയസ്സ്. അത് കേട്ടോ? എന്റെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല. നിന്നെ കൊണ്ട് ഒരാൾ പണിക്ക് നിർത്തി ആ വീട്ടിലെ ചേച്ചി കുളിക്കാൻ പോയി. നീ അച്ഛനമ്മ എന്താണെന്ന് അതിന്റെ അവിടെ ചെന്ന് നിന്നു. ഇതൊക്കെ അല്ലാവേ. അത് കഴിഞ്ഞിട്ട് എന്താന്ന് പറ. നിന്നെ കൊല്ലണം ആദ്യം. ഇത് ഞാൻ നേരത്തെ വായിച്ചതല്ലേ? അതല്ല ഞങ്ങൾ ഈ പറയണത്. കണ്ടു. ലാസ്റ്റ് ചെന്ന കണ്ട കാഴ്ച എന്തായിരുന്നു? എന്താ? അതറിയാനാ ഞങ്ങൾ ഈ ചോദിക്കണത്. അവന്റെ കണ്ണുകൾ ചുവന്നു. ചുമക്കും കാര്യത്തിന് കേറി ചെല്ലേ. വേണ്ട നാളായി. നേരത്തെ അമ്മയുണ്ടല്ലോ, ഇവനെ കൊന്നിട്ടായിരുന്നു ഞാൻ ചാവുള്ളൂ. അറിയാമോ? ഈ നശിച്ചവനെ കൊന്നിട്ട്. അവന്റെ തന്തയും തള്ളയും ചത്തുന്നത് ഇവനാണ് ആദ്യം ചാവേണ്ടത്. നേരത്തെ വെച്ചായിരിക്കും നല്ല. കുറിയത്തും കൂടെ നാളെ ആവശ്യം വരും. ഇതിവിടെ തന്നെ വരും. എന്റെ കടയിൽ നിന്നല്ലേ പോണത്. അവൻ അങ്ങ് പോയി. ഇവനൊക്കെ എന്ത് നാരിയാന്ന് നോക്കണം. എനിക്കെങ്ങാനും ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിന് കല്യാണം കഴിച്ചാൽ ഞാനും കെട്ടിയാൽ. അങ്ങനെ പറ്റൂല. അതിനെ പറ്റിയല്ല. ഞാൻ കേട്ടോ ഞാൻ പറ്റും. എന്റെ അണ്ണന്മാരെ അങ്ങനെ പറയല്ലേ. ഇതാരാന്നറിയോ? ആരാ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്നേഹിച്ച പെണ്ണെന്ന് പറഞ്ഞില്ലേ, അവൾ എന്തെങ്കിലും എന്നെ കാണാൻ വരുന്നു പറഞ്ഞില്ലേ, അവൾ എന്നെ കാണാൻ വന്നേക്കണ അറിയാവോ? നിങ്ങളുടെ നിങ്ങൾ പെങ്ങളായിട്ട് കാണണം. നിങ്ങൾ പെങ്ങളായിട്ട് കാണണം. സോറി പറ എന്താ അവൾ എന്നെ അന്വേഷിക്കാ. ഇവിടെ ഉണ്ട്. നീ എവിടാ? ഇവിടെ ഉണ്ട്. നിന്നെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് നീ പറയുന്നേ? മോളെ ഇവിടെ നിപ്പുണ്ട് നിന്റെ എല്ലാമായ ചേട്ടൻ. നീ എന്താ ഇങ്ങനെ മറഞ്ഞിരിക്കുന്നേ? മറിഞ്ഞു നിക്കണ്ട, കിടക്കുന്നു നിന്റെ ആള്. എടുത്തോ. എത്ര നേരമായി ഞാൻ കാത്തിരിക്കുവാ. നീ ഒന്ന് വേഗം വാ. അതൊന്നങ്ങ് പറയടാ. വന്നടി. പക്ഷെ ഇവിടെ റേഞ്ച് ഇല്ലാന്ന്. റേഞ്ച് കിട്ടുന്നില്ല. ഇത് എവിടെയാ നിൽക്കുന്നേ? ഹലോ എബി, നീ എവിടെയാ? എബിയോ? നിന്റെ പേര് എബീന്നാണോ? അല്ല, ഞാൻ എന്റെ പേര് സിബി. സിബി എന്നല്ല വിളിച്ചേ. അല്ലല്ല, സിബി എന്നായിരിക്കും. സിബിനെ വിളിച്ചോളൂ. അല്ല, എബി ചുമ്മാ എന്നെ പറ്റിക്കല്ലേ. എബി, നീ എന്റെ മുന്നിൽ വരുന്നുണ്ടോ? എബി എവിടെയാ വരുന്നുണ്ടോ? എബി എബി എലീന. എബി എലീന. പേരൊന്ന് മാറ്റി പിടിക്കണ ഇവനാ എലി ശരിക്കും. പാപ്പന്റെ കൂടെ തലയും വെച്ചോണ്ട് ഇപ്പൊ ഭ്രാന്തൻ. വെരി നൈസ്. എന്റെ സങ്കല്പത്തിലുള്ള അതേ ആള്. എലീന, എന്റെ ഫേസ്ബുക്കിലെ ഫോട്ടോ ഷാരൂഖ് ഖാന്റെയാ. പക്ഷെ നേരിട്ട് കണ്ടപ്പോ എന്ത് തോന്നി? അയ്യോ, ഒരു ഇച്ചിരി പോന്ന മാറ്റം. ശരിക്കും ഒരു മിനിറ്റ്. വിഷമിക്കേണ്ട കാര്യമില്ല. ഷാരൂഖ് ഖാനെ പോലെ തന്നെ ഉണ്ട്.
പണ്ടേ ഇവിടെ സൂചിപ്പിക്കാൻ മേടിക്കുക അറിയാവോ? ആണോ? എന്നെ കണ്ട് ഇവിടെ ഞാൻ ചാവുന്നവരെ ഇവിടെ എന്നോട് പറഞ്ഞോളൂ അരവിന്ദ് സ്വാമിയാണ്. അറിയോ? അതെ അതെ കറക്റ്റ് അരവിന്ദ് സ്വാമി. അത് അതൊന്നും കുഴപ്പമൊന്നുമില്ല. അരവിന്ദ് സ്വാമി അങ്ങനെ കറക്റ്റാ. ചിലപ്പോഴൊക്കെ ഇവിടെ അങ്ങനെയും പറയും, നല്ല കാര്യവും പറയും. ഈ ജന്മത്തിലെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ? ഈ ജന്മത്തിൽ ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും നമ്മൾ ഒരുമിക്കും. ഈ ജന്മം തീർത്തിട്ട് നീ ഇങ്ങോട്ടല്ലേ പറഞ്ഞ നിന്നെ ഇവിടെ കിട്ടിയാൽ വലിച്ചു കീറുന്നില്ല. അന്നേരം നീ ഈ ജന്മം കഴിഞ്ഞ അടുത്ത ജന്മദിനം. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും. എന്ത് വേണമെങ്കിലും ചോദിച്ചോ. എന്ത് വേണമെങ്കിലും ചോദിക്കാം. ചോദിച്ചോ. അല്ല ആരെങ്കിലും ആയിട്ട് പ്രേമം ഉണ്ടായിരുന്നു? ഒരു പുരുഷൻ പോലെ ഇന്നേ വരെ എന്നെ സ്പർശിച്ചിട്ട് പോലുമല്ലേ ബി? എന്റെ ദൈവമേ, എന്നാ നുണയായി ഇവിടെ പറയണമെന്ന് ആലോചിക്കെ. എന്റെ പോലെ ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ, മൂന്നാർ ഇവിടെയൊക്കെ ലോഡ്ജിൽ പോയി 6 മാസം താമസിച്ചു തന്നെ ഭജന ഇരിക്കാൻ വേണ്ടിയായിരുന്നു എന്റെ ഒന്ന് സുഹൃത്തെ. നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? വേറെ എത്ര സ്ഥലങ്ങളുണ്ട്. ഇവിടെ വന്ന് എന്നെ കാത്തിരിക്കാൻ സമയമുള്ളൂ. പാർക്കുണ്ട്, ബീച്ചുണ്ട്, എല്ലാ സ്ഥലങ്ങളും എല്ലാം ഉണ്ടല്ലേ. ഇതെന്തിനാ ഈ ശ്മശാനം പോയി മടുത്തൂടാ അവള്. അതെന്താന്നറിയോ, ഈ പാർക്കിലും ബീച്ചിലും ഒക്കെ പോയാൽ അവിടെയൊക്കെ ആൾക്കാരുടെ ശല്യമായിരിക്കും. ഇതിപ്പോ ഈ ശ്മശാനത്തിൽ ആരും വരത്തില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, പിന്നെ എനിക്ക് എബിയെ കൊണ്ടൊന്ന് സത്യം ചെയ്യിക്കണമായിരുന്നു. സത്യം സത്യം ഇങ്ങനെ ചെയ്യിക്കാനല്ല, ഇത് ഭയങ്കര നോട്ടിയാണല്ലോ എബി. എനിക്കിത് ചിരിക്കുന്ന പേടിയാണ്. സത്യം ചെയ്യിക്കാം. അതല്ല, ആ കാണുന്നില്ലേ, അതെന്റെ മുത്തശ്ശന്റെ കല്ലറയാണേ. എവിടെ? ആ കാണുന്നില്ലേ അത്. അപ്പൊ എന്റെ മുത്തശ്ശന്റെ മുന്നിൽ വെച്ച് എബി എനിക്ക് സത്യം ചെയ്ത് തരണം. ഒരു പുരുഷൻ പോലും സ്പർശിച്ചിട്ടില്ലാത്ത എന്നെ എബി കൈവിടില്ല എന്ന് എനിക്ക് സത്യം ചെയ്യണം. തീർച്ചയായും ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല. പഞ്ചസാര ഉമ്മ ഉമ്മ പട്ടുപോലെ എത്ര ഉമ്മ മഞ്ഞു പെയ്ത രാവിലുമ്മ മാറത്തെ മറുകിലൊരുമ്മ കവിളിന്റെ ചാരത്തന്നെ ചുണ്ടിന്റെ ഇതളിൽ തന്നെ ഏതോ കനവുമ്മ നിന്നെ പൊന്നേ എന്ന് വിളിച്ചൊരു നൂറുമ്മ നീ അകന്നു പോയാൽ വൃഥായി ജന്മം നിന്നെ പൊന്നേ എന്ന് വിളിച്ചൊരു നൂറുമ്മ നീ അകന്നു പോയാൽ വൃഥായി ജന്മം. നിന്റെ ആ ചുവന്ന തലയെക്കെട്ടുണ്ടല്ലോ ഇപ്പൊ തന്നെ വെള്ള തലക്കെട്ടാവുക ഇവിടെ വട്ടം കേട്ടോ. അവനടുത്ത മാസം വരും. അവനടുത്ത മാസം കൂടെ വരും. ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതി. നീ എന്തിനാണ് നീ എണ്ണിപ്പറക്കണത്? അല്ലല്ല, നമ്മൾ സ്നേഹിച്ച ആത്മാർത്ഥമായിട്ടാണല്ലോ നമ്മൾ സ്നേഹിച്ചത്. ഇങ്ങനെ വരും നമ്മൾ ഓർത്തില്ലല്ലോ. നീ സംസാരിക്കുന്നത് നീ ആത്മഹത്യ ചെയ്തല്ലേ? ആത്മഹത്യ ചെയ്തോ? ആണല്ലോ, ആണത്. നീ നിന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ആത്മഹത്യ ചെയ്താണോ? ഇല്ല. നിന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് നീ ആത്മഹത്യ? അല്ലല്ല. നിന്റെ ഏതെങ്കിലും ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടാണോ ആത്മഹത്യ? ആർക്കും വേണ്ടിയിട്ടല്ല. പിന്നെ നീ ആർക്ക് വേണ്ടി ആത്മഹത്യ ചെയ്തത്? അല്ല, എന്റെ ജീവിതം ഇങ്ങനെ പൊക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ കേട്ടെ, ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും അല്ലാതെ പ്രേമ മണ്ണാങ്കെട്ടാന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്യുന്ന മണ്ടന്മാരും മണ്ടികളും ഉണ്ടല്ലോ ഈ നാട്ടില്. അവരൊന്ന് മനസ്സിലാക്കട്ടെ. ഇത് ജോർജ് 27 വയസ്സ്. നമുക്കിതൊക്കെ ഉള്ളാവേ. ജയ ഓംകാര ശങ്കര വിരാജിത ഭീകര